ആദ്യമായി അമ്മ മാതാവിനും ഈശോടും ഇന്നേ ദിവസം ഇവിടെ സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ്മ. ഞാൻ കോട്ടയം ജില്ലയിലെ മുണ്ടത്താൻ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാനൊരു BSc നേഴ്സാണ്. ഞാൻ കൊറോണയുടെ സമയത്താണ് കൃപാസനത്തെക്കുറിച്ച് അറിയാൻ ഇടയായതും ലൈക്ക് ആൻഡ് പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് എനിക്കൊരു നേഴ്സായി ഇവിടെ നിൽക്കാൻ പറ്റുന്നതും. സാമ്പത്തികമായിട്ട് നല്ല പിന്നോക്കമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ. എനിക്ക് മറ്റു പല ലോണുകൾ കൊണ്ടും എനിക്ക് വിദ്യാഭ്യാസ ലോണൊന്നും പാസ്സായില്ല. ഒത്തിരി പേരുടെ അനുഗ്രഹം മൂലമാണ് എനിക്ക് ഫീസൊക്കെ അടയ്ക്കാൻ പറ്റിയത്. അതെല്ലാം മാതാവിൻ്റെ ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എക്സാമിൻ്റെ സമയത്ത് എനിക്ക് കമ്മ്യൂണിറ്റിയുടെ എക്സാമിന് ഞാൻ പരീക്ഷയ്ക്കിടയ്ക്ക് എങ്ങനെ ഉറങ്ങിപ്പോയി. ഒരു 3/4 മണിക്കൂറോളം ഞാൻ പരീക്ഷയ്ക്ക് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് സാർമാർ വന്ന് ഡെസ്കിൽ തട്ടിയപ്പോഴാണ് ഞാൻ ഉണർന്നത്. അത് കഴിഞ്ഞ് എന്താ എഴുതി വെച്ചതെന്നൊന്നും എനിക്ക് ഒരു ഓർമ്മയില്ല. പക്ഷേ ഞാൻ മാതാവിനോട് എന്നെ പാസ്സാക്കി തരുവാണ് ഞാനൊരു സാക്ഷ്യം പറയാമെന്ന് നേർന്നായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു മെഡിസർജിയുടെ എക്സാമിന് ഞാൻ പഠിച്ചതൊന്നും അല്ല വന്നിരുന്നത്. എൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ എനിക്കറിയാത്തതാണ് വന്നത്. ഞാൻ പഠിക്കുമെങ്കിലും പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഒന്നും എനിക്ക് ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ മാതാവിനെ സമർപ്പിക്കുമായിരുന്നു. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം ഞാൻ 38 മാർക്ക് ഞാൻ മാതാവിനോട് ചോദിച്ചുള്ളൂ. എനിക്ക് മാതാവ് 38, 39 ഈ 2 വിഷയങ്ങൾക്ക് നൽകി എന്നെ മാതാവ് പാസ്സാക്കി. അതേപോലെ തന്നെ 3rd ഇയറും 4th ഇയറും എല്ലാം മാതാവ് എന്നെ സപ്ലി ഒന്നും കിട്ടാതെ തന്നെ എന്നെ പാസ്സാക്കി. അത് കഴിഞ്ഞ് ഞാൻ 2023 മാർച്ച് 20-ലാണ് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഡ്യൂട്ടിയുടെ ഇതുകൊണ്ട് എനിക്ക് ഉടമ്പടിയൊന്നും എനിക്ക് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റിയിരുന്നില്ല. അതിന് ഞാൻ മാതാവിനോട് ഈശോയോട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നു. അതിൻ്റെ ഈ ഉടമ്പടി മുടക്കിയ സമയത്താണെങ്കിൽ പോലും എനിക്ക് വാർഡിൽ ഒത്തിരി ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. എന്നെ വാർഡ് മാറ്റേണ്ട ഒരു സ്ഥിതി വരെ ആയി. ഒരു ഡോക്ടർക്ക് വേണ്ടി പ്രത്യേകം മാതാവിന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഡോക്ടറിന് എന്നോട് ഒത്തിരി ഡോക്ടറിന് എന്നോട് ഒത്തിരി അലിവ് തോന്നുകയും എന്നെ ആ വാർഡിൽ തന്നെ നിർത്തുവാനും 1 വർഷം എനിക്ക് അവിടെ നിന്ന് തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാനും ഇടയായി. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും പോലെ തന്നെ ഞാനൊരു വിദേശത്ത് പോകാനുള്ള ആഗ്രഹം കൊണ്ട് OIT പഠിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പഠിച്ച് പരീക്ഷയുടെ 2 ദിവസം മുന്നേ എനിക്ക് പള്ളിയിൽ നിന്ന് ഞാൻ തല ഇറങ്ങി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് OIT കിട്ടിയില്ലെങ്കിലും എനിക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ എനിക്കൊന്ന് നോർമലാക്കി തന്നാൽ മതിയെന്ന്. അതുപോലെ തന്നെ മാതാവ് എനിക്ക് എൻ്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ നോർമലാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലൊരു ഇൻ്റർവ്യൂവിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി ഇൻ്റർവ്യൂ ഓൺലൈനും ഓഫ്ലൈനായിട്ട് നാട്ടിലും സൗദിയിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും എനിക്ക് സെലക്ട് ആവുന്നില്ലായിരുന്നു. നഴ്സിംഗ് പഠിച്ചാൽ ഉടനടി ജോലി എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. മൊത്തത്തിൽ നാട്ടിലും പള്ളിയിലൊക്കെ പോകുമ്പോഴെല്ലാം എല്ലാവരുടെയും ചോദ്യങ്ങൾ കൊണ്ട് ഒത്തിരി വിഷമിച്ചായിരുന്നു. മാതാവിൻ്റെ വണക്കമാസത്തിൽ ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായി എനിക്കൊരു ഏജൻസി വരെ ഒരു കോൺടാക്റ്റ് കിട്ടുകയും ഞാനൊരു മുംബൈയിലോട്ടൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് അറ്റൻഡ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാൻ ഡൽഹിയിലോട്ടുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഈ 2 ഇൻ്റർവ്യൂ എൻ്റെ മാതാവ് എനിക്ക് സെലക്ട് ആക്കി തന്നു. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെ അത്രേ. ഞാൻ പല ഇൻ്റർവ്യൂ വിദേശത്തോട്ടും നാട്ടിലോട്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്കൊന്നും സെലക്ഷൻ ആയില്ലായിരുന്നു. ഇത് 2ഉം എനിക്ക് സെലക്ഷൻ ആയപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് വെളിയിലൊരു ജോലിയായിരുന്നു തീരുമാനിച്ചത്. അതുപോലെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ സെലക്റ്റായി. എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ ഈ നവംബർ 5-ാം തീയതി ഡൽഹിയിലോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഒത്തിരി ആത്മീയമായിട്ടും വളരാൻ സാധിച്ചു. ജപമാല ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങൾ പള്ളിയിലും യാത്ര ചെയ്യുമ്പോഴും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്കെല്ലാം ഞാൻ തലേദിവസം വിശുദ്ധ തൈലം ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവർക്ക് കൊടുക്കും. പിന്നെ സാക്ഷ്യങ്ങളൊക്കെ ഫോണിൽ യൂട്യൂബിൽ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കാരുണ്യപ്രവർത്തികൾ എനിക്ക് പറ്റുന്ന പോലെ എൻ്റെ അക്കൗണ്ടിൽ 100 രൂപ ഉള്ളെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് ഞാൻ ഇങ്ങനെ വയ്യാരിക വരുന്നവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ഉള്ള പൈസയ്ക്ക് വെച്ച് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഉച്ചയൂണും ഇതെല്ലാം കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അഖണ്ഡ ജപമാല റാലിയിൽ ഒന്ന് പങ്കെടുക്കണമെന്ന്. അതും മാതാവ് അതെൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ശാരീരികമായ അസ്വസ്ഥതകളുണ്ടെങ്കിൽ പോലും അത് മൊത്തം പൂർത്തിയാക്കി വീഴുന്ന അവസ്ഥ വരെ വന്നപ്പോൾ പോലും മാതാവ് എന്നെ കൈവിട്ടില്ല. ഞാൻ തന്നെയാണ് വന്നിരുന്നെങ്കിൽ പോലും മാതാവ് എന്നെ അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു.
യാക്കോബ് ശ്രീയുടെ ലേഖനം 4-ാം അധ്യായം